Hi guys, it's me, Gimellu Bangar. സോ ഇന്നത്തെ വീഡിയോയിൽ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ കൺവെൻഷണൽ മെത്തേഡ്സ് അല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ പെയ്ഡ് കണ്ടൻസും അതുപോലുള്ള പ്രീമിയം കണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഒത്തിരി ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ നമ്മൾക്ക് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഒരു മെത്തേഡ് ഇതൊരു PSC ക്ലാസ്സിൽ ഉള്ള ഒരു ടോപ്പിക്കിൽ അവർ പഠിപ്പിക്കുന്ന രീതിയാണ്. ഞാൻ ബാങ്ക് എക്സാംസിൽ ഒരു ടീച്ചേഴ്സും ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നത് ഞാൻ പല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ബോട്ട് ആൻഡ് സ്ട്രീമിലുള്ള മെയിനായിട്ടുള്ള രണ്ട് വേർഡ്സാണ് ഡൗൺ സ്ട്രീമും അതുപോലെ തന്നെ അപ്പ് സ്ട്രീമും. ഓക്കെ, ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീം ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും ഈ രണ്ട് വേർഡ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഡൗൺ സ്ട്രീം എന്താണ് അപ്പ് സ്ട്രീം എന്താണെന്ന് ആദ്യം നോക്കാം. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളം ഒഴുകുന്ന ഫ്ലോയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ ആ ഫ്ലോയുടെ അനുസരിച്ച് തന്നെ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു ഷിപ്പോ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒഴുക്കിനൊത്ത് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഒഴുക്ക് ഈ ഡയറക്ഷനിലോട്ടാണ് അതിൻ്റെ ഷിപ്പ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ അപ്സ്ട്രീം എന്ന് പറയും. ഓക്കെ, അതാണ് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ്. ഒഴുക്കിന് ആനുപാതികമായിട്ട് ഒഴുകുകയാണെങ്കിൽ അത് ഡൗൺ സ്ട്രീം, ഒഴുക്കിനെതിരായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ അത് അപ്സ്ട്രീം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫോമുലാസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ കൊണ്ട് എങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പറയുന്നത്. A man can row upstream at 10 km/h and downstream at 16. Find the speed of the man in still water. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്, അപ്സ്ട്രീം സ്പീഡ് നമുക്ക് ജസ്റ്റ് യു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 10 km/h എന്നും അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 16 km/h എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മാനിൻ്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ലൈൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ലൈനിൽ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഈ ഭാഗത്തിന് നമ്മൾ അപ്സ്ട്രീം എന്നും ഈ പോർഷനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്നും ഇതിനെ നമ്മൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡെന്നും ഇതിനെ നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ഇതിൻ്റെ അതായത് സ്ട്രീമിൻ്റെ സ്പീഡ് എന്നുമാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അപ്സ്ട്രീം സ്പീഡ്, ഇത് സ്ട്രീമിൻ്റെ സ്പീഡ്, ഇത് സ്റ്റിൽ വാട്ടറിലെ ബോഡിയുടെ സ്പീഡ്, ഇത് ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒറ്റ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ റെപ്രസെൻറ്റ് ചെയ്ത് ആൻസേഴ്സ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് 10 കിലോമീറ്ററിനും ഈ ഒരു ലൈൻ എടുക്കാം. അപ്സ്ട്രീം സ്പീഡ് 10 കിലോമീറ്ററിനും ഡൗൺ സ്ട്രീം സ്പീഡ് 16 കിലോമീറ്ററെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിൽ വാട്ടറിലെ മാൻ്റെ സ്പീഡാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ സ്റ്റിൽ വാട്ടറിലെ മാൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ അപ്സ്ട്രീം സ്പീഡും ഈ ഡൗൺ സ്ട്രീം സ്പീഡും ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതാണ് ഈ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. അതായത് 10 + 16/2 അതായത് 26/2 13 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായി? എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ലൈൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ മെയിൻ എക്സാമിന് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു ജസ്റ്റ് ഈ ഒരു ലൈൻ ഫസ്റ്റ് വരയ്ക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ 10 എന്നുള്ളത് ഇവിടെ കൊടുക്കുക.
നെക്സ്റ്റ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ 16 എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, സ്റ്റിൽ വാട്ടറാണ് നടുക്ക് വരുന്നത്. സ്റ്റിൽ വാട്ടറിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്? ഇത് 2 ഡിവൈഡഡ് ബൈ 2. ഇത് 2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരും? 13 വരും. അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡാണ് ഇപ്പോൾ ചോദിച്ചെങ്കിലോ, സ്ട്രീമിൻ്റെ സ്പീഡാണെങ്കിൽ ജസ്റ്റ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 3. ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്ട്രീമിൻ്റെ സ്പീഡും കിട്ടും. ഓക്കെ, അതല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ 13ഉം ഇവിടെ 10ഉം ആണല്ലേ. ഓക്കെ, സ്റ്റിൽ വാട്ടറിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും അപ്പ് സ്ട്രീമിലോട്ട് പോകുമ്പോൾ, സ്റ്റിൽ വാട്ടറിനേക്കാൾ സ്പീഡ് കൂടുതലായിരിക്കും ഡൗൺ സ്ട്രീമിലോട്ട് പോകുമ്പോൾ. അപ്പോൾ സ്റ്റിൽ വാട്ടറും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഇവിടെയും അപ്പ് സ്ട്രീമും സ്റ്റിൽ വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അതായിരിക്കും സ്ട്രീമിൻ്റെ സ്പീഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 11 കിലോമീറ്റർ. ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീമിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 3 കിലോമീറ്റർ. ഓക്കെ, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 11, സ്ട്രീമിൻ്റെ സ്പീഡ് 3, രണ്ടിടത്തും 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബോട്ട് ടേക്സ് എ ടോട്ടൽ 11 hours ടു കവർ എ ഡിസ്റ്റൻസ് അപ്പ് ആൻഡ് ഡൗൺ ഓഫ് എ ഫിക്സ്ഡ് ഡെസ്റ്റിനേഷൻ. ഫിക്സ്ഡ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പും ഡൗണും പോകാനുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ വാട്ടറും സ്ട്രീമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡ് എങ്ങനെ കിട്ടും? 11 മൈനസ് 3. 11 മൈനസ് 3 എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും അപ്പ് സ്ട്രീം സ്പീഡ്. 11 പ്ലസ് 3 14 ആയിരിക്കും ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, ടോട്ടൽ എന്താണ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഡൗൺ സ്ട്രീം സ്പീഡ് 14, അപ്പ് സ്ട്രീം സ്പീഡ് 8. ഇനി വേണ്ടത് എന്താണ്? ടൈമും തന്നിട്ടുണ്ട്. ടോട്ടൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 11 hours ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ സ്പീഡ് ടൈം ടോട്ടൽ നമുക്ക് 11 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 8 പ്ലസ് ഡി ബൈ 14. ഓക്കെ, അപ്പോൾ 14d പ്ലസ് 8d എന്ന് പറയുന്നത് 22d ആണ്. 11 ഇൻറ്റു 8 ഇൻറ്റു 14. ഓക്കെ, ഡിയുടെ വാല്യൂ 22 എന്ന് പറഞ്ഞാൽ എത്ര വരും? 56 എന്നുള്ളത് ടോട്ടൽ കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, ഇത് ചെയ്യുന്നതിന് അത്ര വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് അത് കാൽക്കുലേഷൻ ഈസി ആക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഒരു പ്രിലിംസ് ലെവൽ ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ക്യാൻ റോ അറ്റ് 14 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഈ ഒരു ടൈപ്പ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ഒരു 10-100 എണ്ണം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലൈൻ വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നതായിരിക്കും. സോ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നല്ലൊരു ട്രിക്കാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് മെത്തേഡാണ്. കൺവെൻഷണൽ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ. സോ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ക്യാൻ റോ അറ്റ് 14 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 14 കിലോമീറ്റർ. ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീം പറഞ്ഞിട്ടുണ്ട് 2. സ്പീഡ് 2 ആണെങ്കിൽ അപ്പ് സ്ട്രീം സ്പീഡ് ഓൾറെഡി തന്നെ നമുക്ക് കിട്ടും. 12 എന്ന് വരും, ഇത് 16 എന്ന് വരും. Then if it takes him 7 hours to row to a place and to come back. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള അപ്പ് സ്ട്രീം ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീം ടോട്ടൽ ടൈം. അതായത് ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ആ ഡി ഡിസ്റ്റൻസ് അപ്പ് സ്ട്രീമിൽ 12ഉം അതുപോലെ തന്നെ ആ ഡി ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ 16ഉം പോകുന്നതാണ് ടോട്ടൽ ടൈം. ഓക്കെ, നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ 16d പ്ലസ് 12d എന്ന് പറയുന്നത് 28d എന്ന് പറയുന്നത് 7 ഇൻറ്റു 12 ഇൻറ്റു 16 എന്ന് വരും. 4 3 ഓക്കെ 48 എന്ന് നമുക്ക് ആൻസർ വരും. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ബോട്ട് എ ബോട്ടിൻ്റെ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും 7:11 എന്നുള്ള റേഷ്യോയിലാണ്. ആൻഡ് ബോട്ട് കവർ 70 km അപ്സ്ട്രീം ഇൻ 5 hours.
അപ്സ്ട്രീമിൽ 70 കിലോമീറ്റർ, അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ 14 എന്നും 22 എന്നും എടുക്കാം. അപ്പോൾ എത്ര വരും? 36 വരും. 36/2 18 വരും. ഇവിടെ 4 വരും, ഇവിടെ 4 വരും. സിമ്പിളായിട്ട് നമുക്ക് അത്രയും വാല്യൂസ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ബോട്ട് ബി. ബോട്ട് ബിയുടെ കാര്യം എന്താണ്? 10 hours to cover 120 kilometer in upstream. 120 കിലോമീറ്റർ അപ്സ്ട്രീമിൽ 10 hours. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 12 വരും. പിന്നെ പറയുന്നുണ്ട് സ്ട്രീമിൻ്റെ സ്പീഡ് സെയിം ആണ്. സ്ട്രീമിൻ്റെ സ്പീഡ് സെയിം ആണെങ്കിൽ 12 4 വന്നു. ഓക്കെ, ഇതിൽ നിന്ന് എന്തോ 4 കുറച്ച്, എത്രയോയിൽ നിന്ന് 4 കുറച്ചാലാണ് 12 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 16 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 20 വരുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബോട്ട് ബി ടു കവർ 80 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം ആൻഡ് സെയിം ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം. ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബോട്ട് ബി ടു കവർ 80 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ 80 കിലോമീറ്റർ പോകണമെങ്കിലുള്ള ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 4 വരും. ആൻഡ് സെയിം ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം. അപ്സ്ട്രീമിൽ ഈ 80 പോകണമെങ്കിൽ 80/12 വരും. ഓക്കെ, 4 കൊണ്ട് കിട്ടിയ 3, 20/3 വരും. ഓക്കെ, എന്ന് പറയുന്നത് എത്ര വരും? 140 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 20. ഓക്കെ, വെയിറ്റ്. വെയിറ്റ് നമ്മൾ ചെയ്ത രീതി മാറിപ്പോയി. ടോട്ടൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 80 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 12, ഇങ്ങനെ വേണം വരാൻ. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പോൾ 4 പ്ലസ് 4 വെച്ച് 2 3 20/3. ഓക്കെ, 12 20 12 32/3 എന്ന് പറയുമ്പോൾ 10 and 2/3 hours എന്ന് വരും. ഓക്കെ, 10 and 2/3. ഇതൊരു ഇച്ചിരി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ തരാം. അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു ഒറ്റ ലൈൻ കൊണ്ട് തന്നെ നമ്മൾക്ക് അപ്സ്ട്രീം സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്ട്രീമിൻ്റെ സ്പീഡ്. ഓക്കെ, ഈ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് കിട്ടും. അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും -2 ബൈ ഇത് ചെയ്യുമ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡും കിട്ടും. അപ്പോൾ അഥവാ ടോട്ടൽ ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ്സിൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.